dear students, welcome to Educator Learning. ഞാൻ നിങ്ങളുടെ അനിൽഡ മിസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസും ടൈപ്സ് ഓഫ് റിലേഷനും അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന ടോപ്പിക് നോക്കാം. അപ്പോൾ ഇത് എക്സാമിന് വരുന്നതാണ്, ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Okay, composition of functions. Functions എന്ന് പറയുന്നത് f from a to b and g from b to c b two functions. രണ്ട് functions ആണ്. f എന്നുള്ളത് a യിൽ നിന്നും b ലേക്കാ. നോക്കിക്കേ, ഫിഗർ നോക്കേ, a to b f and g എന്ന് പറയുന്നതോ b യിൽ നിന്നും c ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എങ്കിൽ ഈ then the composition of f and g, f ന്റെ g കോമ്പോസിഷനെ നമ്മൾ g composition f എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. G composition F, G composition F എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? A to C, A to C യിലുള്ള എയിൽ നിന്നും C ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. That is given by G composition F of x equal to G of F of x for every x element of A. X എന്ന് പറയുന്നത് A യിലെ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ് ആയിരിക്കും. അപ്പോൾ G composition F of x എന്താണ്? G of f of x. ഈ G of f x എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? എഫ് എക്സ് തന്നിട്ടുണ്ടാവും, ജിയിലേക്ക് ആ എഫ് എക്സ് നമ്മൾ എക്സിന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ ക്വസ്റ്റ്യൻ നോക്കി, ഇതാണ് ഫൈൻഡ് G കോമ്പോസിഷൻ F ആൻഡ് F കോമ്പോസിഷൻ G. ഇഫ് F ഫ്രം R ടു R, F എന്നുള്ളത് R ടു R ആണ്. ഫംഗ്ഷൻ എവിടെ മുതലാ വന്നിരിക്കുന്നത്? ഫംഗ്ഷൻ വന്നിരിക്കുന്നത് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലോട്ട് ഫംഗ്ഷൻ ആണ്. F ഫ്രം R ടു R ആൻഡ് G ഫ്രം Gയും R ടു R ആൻഡ് ഗിവൺ ബൈ Fx ഈക്വൽ ടു cos x. Fx എന്ന് പറയുന്നത് cos x ആണ്. അപ്പോ Fx നമുക്ക് എഴുതാം, Fx ഈക്വൽ ടു cos x ആണ്, cos x ആണ്. ആൻഡ് Gx ഈക്വൽ ടു 3x square ആണ്, 3x square. ഇനി show that G composition F not equal to F composition G. ഇതും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഈ F composition Gയും G composition Fഉം ഫൈൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ കണ്ടതാണ് കോമ്പോസിഷൻ ഫംഗ്ഷന്റെ. G composition F of x എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താണത്? G of fx ആണ് അല്ലേ? നമുക്കത് എഴുതാം, G of fx. ഓക്കെ, G of fx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു fx എന്താണോ അത് ഇവിടെ എഴുതുക. fx എന്താണ്? cos x ആണ്, അത് ഇവിടെ എഴുതാം, G of cos x. G of cos x എന്ന് പറഞ്ഞാ എന്താണത്? ജീനെ നോക്കുക, ജീനെ നോക്കിയിട്ട് അതിൽ x എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ cos x റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 3 into x square എന്നുള്ളടത്ത് എന്താ കിട്ടുക? cos x, എക്സിന്റെ പ്ലേസിൽ cos x കൊടുക്കണം. അപ്പൊ 3 into cos x ഹോൾ സ്ക്വയർ, ഓർ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3 cos square x ഇങ്ങനെയും എഴുതാം. അപ്പൊ ഇതാണ് നമുക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്ന G കോമ്പോസിഷൻ എഫ് എക്സ്. ഇനി നമുക്ക് എന്തും കൂടി ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്, എഫ് കോമ്പോസിഷൻ G കൂടെ നോക്കാം. അതെങ്ങനെയാ കാണണ്ടേന്ന് നോക്കാം. അപ്പൊ എഫ് എന്ന് പറയുന്നത് R ടു R ആണ്. എഫ് കോമ്പോസിഷൻ G ഓഫ് x എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഓഫ് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും? അത് f of gx ആയിരിക്കും, f of gx ആയിരിക്കും. f of gx ഇനി എന്താണോ gx അത് അവിടെ കൊടുക്കുക. gx എന്താണ്? gx 3x square ആണ്. അപ്പോ 3x square. അപ്പോ f of 3x square ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? f-നെ നോക്കുക. f-ൽ നോക്കുമ്പോ x എന്ന് പറയുന്നത് cos x ആ. അതിൽ x-ന് പകരം എന്ത് കൊടുത്തേക്കണം? 3x square കൊടുത്തേക്കണം. അപ്പൊ cos of 3x square. ഇതാണ് നമുക്കിപ്പോ കിട്ടിയ F കോമ്പോസിഷൻ G എന്ന് പറയുന്നത് cos 3x squareഉം G കോമ്പോസിഷൻ F എന്ന് പറയുന്നത് 3 cos square x ഉം. ഇത് രണ്ടും ഈക്വൽ ആണോ? Put it as equation number 1 and this as equation number 2. From 1 and 2 we get F composition G not equal to G composition F അല്ലേ? അപ്പൊ നമുക്കത് കിട്ടി. From 1 and 2 F composition G not equal to G composition F. Hence the result. അല്ലേ? ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ അതിന്റെ കോമ്പോസിഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്?
എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും എങ്ങനെയൊക്കെയാണ് കാണുന്നത്, അത് ഈക്വൽ ആണോ എന്ന് നോക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കോമ്പോസിഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് എല്ലാവരും നോക്കിയല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഇൻവേഴ്സ് കാണുന്നത്, ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.